letter writing. Hello, my dear friend. How are you? I hope you are fine. I am also doing fine here. With love, Oppu Nacho. Excuse me, hold on a sec. Aren't you tired of this? Letter writing എന്ന് പറയുന്ന സമയത്ത് how are you? Hope you are doing fine എന്നൊക്കെ എഴുതി നിങ്ങൾക്ക് മടുത്തില്ലേ? ഇതിനെ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ട് എഴുതാൻ നമുക്ക് പറ്റില്ലടാ. Hello everyone. Welcome back to Xylem. Welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6 മാർക്കിൻ്റെ ഇൻഫോർമൽ ലെറ്റർ എങ്ങനെ ക്രിയേറ്റീവായി എഴുതാമെന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് നിങ്ങൾ Xylem SSLC ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഇതുപോലെയുള്ള ഗംഭീരമായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോക്കൂ, നമ്മുടെ ആദ്യത്തെ ചോദ്യം ഒരു ഇൻഫോർമൽ ലെറ്ററിൻ്റെ സ്ട്രക്ചർ എന്താണ് എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിസ്കോഴ്സുകളുടെ പ്രോപ്പർ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇൻ ദ ബിഗിനിങ് ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ സ്ട്രക്ചർ ഓഫ് എൻ ഇൻഫോർമൽ ലെറ്റർ. നോക്കൂ, ഒരു ഇൻഫോർമൽ ലെറ്റർ ഏറെക്കുറെ ഇതുപോലെ ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയാണ് ഇതിലെ കോമ്പോണൻസ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഒന്നാമത്തെ കാര്യം റൈറ്റേഴ്സ് അഡ്രസ് വിത്തൗട്ട് നെയിം ആണ്. എന്ന് പറഞ്ഞാൽ കത്ത് എഴുതുന്ന ആളുടെ പേരില്ലാതെ അഡ്രസ്സ് മാത്രം നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങളൊരു സ്പേസ് ഇടുന്നു, ഡേറ്റ്, നിങ്ങൾ കത്ത് എഴുതുന്ന ഡേറ്റ് എഴുതുന്നു. ദെൻ സാല്യൂട്ടേഷൻ ഫ്രേസ് എഴുതുന്നു, ഡിയർ ഫ്രണ്ട്, മൈ ബിലവഡ് ഫ്രണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാം. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ബോഡി ഓഫ് ദ ലെറ്റർ. ഒരു ഫോർമൽ ലെറ്റർ ഉള്ളതുപോലെ കൃത്യമായി നിങ്ങൾ സ്ട്രക്ചർ ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിലും നമ്മൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി, നമ്മൾ കൃത്യമായി മാർക്ക് ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ 3 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ഭാഗം ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ പാർട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പറയുന്നു, ബോഡി ഓഫ് ദ ലെറ്റർ. ദെൻ മൂന്നാമത്തത് ക്ലോസിംഗ് റിമാർക്സ് ആണ്. ഇത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് കൃത്യമായി പഠിക്കാം. സോ ഇത്രയും കാര്യങ്ങൾ ഒരു ഇൻഫോർമൽ ലെറ്ററിൻ്റെ ബോഡിയിൽ ഉണ്ടായിരിക്കണം. ദെൻ അതിനുശേഷം കൺക്ലൂഡിംഗ് ഫ്രേസ് ആണ്. നമ്മൾ വിത്ത് ലവ് എന്നെഴുതുന്ന ആ ഭാഗത്തെ നമുക്ക് കൺക്ലൂഡിംഗ് ഫ്രേസ് എന്ന് വിളിക്കാം. അതിനുശേഷം നമ്മൾ SD അല്ലെങ്കിൽ സിഗ്നേച്ചർ, നമ്മൾ സൈൻ ചെയ്യുന്നില്ല, അവിടെ നമ്മൾ SD എന്ന് എഴുതുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നെയിം ഓഫ് ദ റൈറ്റർ, കത്തെഴുതുന്ന ആളുടെ പേര്. ഇത്രയുമാണ് ഒരു ഇൻഫോർമൽ ലെറ്ററിൻ്റെ സ്ട്രക്ചർ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോടാ? പക്ഷെ ഇതൊന്നുമല്ല ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഇതിലോരോന്നും എങ്ങനെ കൃത്യമായി എഴുതാം എന്നുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചറാ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം ആകുമ്പോഴേക്കും കിട്ടും. ഓക്കെ, ശരി, ശ്രദ്ധിച്ചോളെടാ. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണ്, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കാണണം. എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം? ഫോർ എക്സാമ്പിൾ, imagine the homeopath is writing a letter to his friend about the confrontation with a snake. Write a likely letter. So homeopath തൻ്റെ സുഹൃത്തിന് എഴുതുന്ന ലെറ്ററാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ആൻഡ് as you can see on my screen, one step at a time, നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ ലെറ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു. നിങ്ങൾക്ക് ഈ സ്ട്രക്ചർ കൃത്യമായി ഓർമ്മിച്ച് വെക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ലെറ്റ്സ് ബിഗിൻ. So children, let's begin with the basics. Whenever you are writing a letter, you will always draw a border. So ഞാൻ ഇവിടെ എന്ത് വരച്ചിട്ടുണ്ട്? ഒരു ബോർഡർ വരച്ചിട്ടുണ്ട്. And do you remember the first thing that we should include in an informal letter? യെസ്, റൈറ്റേഴ്സ് അഡ്രസ് വിത്തൗട്ട് നെയിം. എഴുതുന്ന ആളുടെ അഡ്രസ്സ് പേരില്ലാതെ കൊടുക്കണം. സോ ഇവിടെ ഹോമിയോപ്പതാണ് എഴുതുന്നത് എന്ന് നമുക്കറിയാം. സിൻസ് ഹോമിയോപ്പത്ത് ഈസ് എ പ്രൊഫഷൻ, നമ്മൾ അയാൾക്കൊരു പേര് കൊടുക്കുന്നു. പേര് നമ്മൾ ഇപ്പോൾ എഴുതേണ്ട ആവശ്യമില്ല, പകരം നമ്മളൊരു ഇമാജിനറി അഡ്രസ്സ് ഉണ്ടാക്കുന്നു. സോ ഇതൊരു ഇമാജിനറി അഡ്രസ്സാണ്. ഓക്കെ, ഗ്രീൻ വില്ല 13th സ്ട്രീറ്റ് കോഴിക്കോട്. സോ ഞാൻ ഇങ്ങനെ ഒരു അഡ്രസ്സ് കൊടുക്കുന്നു. ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. റെഡി ആണല്ലോ? സ്റ്റെപ്പ് നമ്പർ 2 എന്തായിരുന്നു? യെസ്, സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് ഒരു ഡേറ്റ് എഴുതുക എന്നുള്ളതാണ്. സോ സ്റ്റെപ്പ് നമ്പർ 2 ഞാൻ എഴുതി, ഒരു ഡേറ്റ് ഞാൻ എഴുതി, 1938 July 12. സോ 2 സ്റ്റെപ്പ് കഴിഞ്ഞോടാം. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? യെസ്, സാല്യൂട്ടേഷൻ ആണ്. എങ്ങനെയൊക്കെ നമുക്ക് സാല്യൂട്ടേഷൻ എഴുതാം നോക്കൂ. നിങ്ങൾക്ക് പല രീതിയിൽ ഇതിനെ എക്സ്പ്രസ് ചെയ്യാം. ഫോർ ഇൻസ്റ്റൻസ്, ഡിയർ ഫ്രണ്ട് ഓർ ഡിയർ നാസർ, നിങ്ങൾക്ക് ഫ്രണ്ടിൻ്റെ പേര് പറഞ്ഞെഴുതാം. ഇനിയോ മൈ ഡിയറസ്റ്റ് ഫ്രണ്ട്,
അല്ലെങ്കിൽ മൈ ബിലവഡ് ഫ്രണ്ട്. ഇതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. സോ ഞാനിവിടെ തൽക്കാലം മൈ ബിലവഡ് ഫ്രണ്ട് എന്ന് എഴുതി തുടങ്ങുന്നു. ഓക്കെ, സോ സ്റ്റെപ്പ് നമ്പർ 1, സ്റ്റെപ്പ് നമ്പർ 2, സ്റ്റെപ്പ് നമ്പർ 3. സോ മൈ ഡിയറസ്റ്റ് ഫ്രണ്ട് ഓർ മൈ ബിലവഡ് ഫ്രണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പ് ബോഡി ഓഫ് ദ ലെറ്റർ ആണ്. ഓക്കെ, ബോഡി ഓഫ് ദ ലെറ്ററിൽ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്കതിനെ 3 പാർട്ടായിട്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. അതിൽ ആദ്യത്തെ പാർട്ട് ഇൻട്രൊഡക്ഷൻ ആണ്. എങ്ങനെയാണ് ഒരു ഇൻഫോർമൽ ലെറ്റർ, എങ്ങനെയൊക്കെയാണ് ഒരു ഇൻഫോർമൽ ലെറ്റർ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക? ഹിയർ ആർ സം എക്സാമ്പിൾസ്. നോക്കൂ, നിങ്ങൾക്ക് ഇങ്ങനെ തുടങ്ങാം. How are things with you? Instead of asking how are you, that cliche question, we can say or we can ask how are things with you? കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? അല്ലെങ്കിൽ how have you been? How is life treating you? ജീവിതം നിന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു? ഇതിൻ്റെ ഒക്കെ അർത്ഥം ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഹൗ ആർ യു എന്ന് തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടി നിങ്ങളുടെ പരീക്ഷാ പേപ്പർ നോക്കുന്ന ആളൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫ്രേസ് എടുക്കുന്നു. ഇത് ഏത് വേണമെങ്കിലും എനിക്ക് എടുക്കാം. സോ ഞാൻ ഹൗ ഇസ് ലൈഫ് ട്രീറ്റിംഗ് യു എന്നെടുക്കുന്നു. പിന്നെ നമുക്ക് ഇൻട്രൊഡക്ഷനിൽ തന്നെ വേറെയും കാര്യങ്ങൾ ചോദിക്കാം. എന്തൊക്കെയാണ്? ഐ ആം സോറി ഐ ഹാവൻ റിട്ടൺ ഫോർ സച്ച് എ ലോങ് ടൈം. എന്നോട് ക്ഷമിക്കുക, ഞാൻ കുറേ കാലം എനിക്ക് നിനക്ക് എഴുതാനൊന്നും പറ്റിയിട്ടില്ല. അല്ലെങ്കിലോ ഐ എം സോറി ഐ ഹാവൻ ബീൻ ഇൻ ടച്ച് ഫോർ സച്ച് എ ലോങ് ടൈം. കുറേ കാലമായിട്ട് നീയുമായിട്ട് എഴുത്തും പിടുത്തമൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, ശരി. ഇറ്റ്സ് ബീൻ ഏജസ് സിൻസ് ഐ ഹാവ് ഹേർഡ് ഫ്രം യു. അല്ലെ, നിന്നിൽ നിന്ന് എന്തെങ്കിലും കേട്ടിട്ട് കുറേ കാലമായി. സോ ഇതിൽ ഏതെങ്കിലും ഒരു ഫ്രേസ് ഞാൻ പിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി വേറെന്ത് ചോദിക്കാം ഇൻട്രൊഡക്ഷനില? ഐ ഹോപ്പ് യു ആർ ഇൻ ഗുഡ് ഹെൽത്ത് ആൻഡ് സ്പിരിറ്റ്സ്. ഇൻസ്റ്റെഡ് ഓഫ് ആസ്കിങ് ഐ ഹോപ്പ് യു ആർ ഫൈൻ, നമുക്ക് ഇങ്ങനെ പറയാം. എങ്ങനെ? ഐ ഹോപ്പ് യു ആർ ഇൻ ഗുഡ് ഹെൽത്ത് ആൻഡ് സ്പിരിറ്റ്സ്. അല്ലെങ്കിലോ ഐ ഡു ഹോപ്പ്, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു, ദിസ് ലെറ്റർ വിൽ ഫൈൻഡ് യു ഇൻ ഗുഡ് ഹെൽത്ത് ആൻഡ് സ്പിരിറ്റ്സ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കത്ത് നീ ലഭിക്കുന്ന സമയത്ത് നീ പൂർണ്ണ ആരോഗ്യവാനായിട്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ ഐ ഹോപ്പ് യു ആർ ഇൻ ദ പിങ്ക് ഓഫ് ഹെൽത്ത്. പിങ്ക് ഓഫ് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എക്സ്പ്രഷനാണ്, സുഖമായിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. സോ ഇങ്ങനെ ഏത് എക്സ്പ്രഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിക്ക് ചെയ്യാം. സോ ഞാൻ ഇവിടുന്ന് റാൻഡം ആയിട്ട് ഒരു എക്സ്പ്രഷൻ എടുക്കുന്നു. സോ മൈ പോയിന്റ് ഈസ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നിങ്ങൾക്ക് ഹൗ ആർ യു എന്ന് പറയാതെയും ഒരു ഇൻഫോർമൽ ലെറ്റർ തുടങ്ങാം. അതിന് പല വഴികളുണ്ട് എന്നാണ്. ഓക്കെ, സോ ഞാൻ ഈ സെലക്ട് ചെയ്ത 3 സെൻറ്റൻസ് വെച്ച എൻ്റെ ലെറ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ തയ്യാറാക്കുന്നു. നോക്കി നിങ്ങൾ. സ്റ്റെപ്പ് നമ്പർ 1, സ്റ്റെപ്പ് നമ്പർ 2, സ്റ്റെപ്പ് നമ്പർ 3, സ്റ്റെപ്പ് നമ്പർ 4. നോക്കൂ. ഹൗസ് ലൈഫ് ട്രീറ്റിംഗ് യു? ജീവിതം നിന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു? ഐ എം സോറി ഐ ഹാവൻ ബീൻ ഇൻ ടച്ച് ഫോർ സച്ച് എ ലോങ് ടൈം. ഒരുപാട് കാലമായിട്ട് നീയുമായിട്ട് ബന്ധം പുലർത്താൻ എനിക്ക് പറ്റിയില്ല. ഐ ഡു ഹോപ്പ് ദിസ് ലെറ്റർ വിൽ ഫൈൻഡ് യു ഇൻ ഗുഡ് ഹെൽത്ത് ആൻഡ് സ്പിരിറ്റ്സ്. മനസ്സിലായോടാ? ഏതൊരു ഇൻഫോർമൽ ലെറ്ററും നിങ്ങൾക്ക് ഈ സ്ട്രക്ചർ വെച്ചിട്ട് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഈ വീഡിയോയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഇതിലും ഗംഭീരമായ കാര്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സോ ഹോൾഡ് ഓൺ പീപ്പിൾ. അടുത്തതാ ഹൗ ടു ബിഗിൻ ദ ബോഡി ഓഫ് എ ലെറ്റർ. എങ്ങനെ നിങ്ങൾക്ക് ഈ കത്ത് തുടങ്ങാം? നിങ്ങൾ ആദ്യം അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ഇനി എങ്ങനെ നിങ്ങൾക്ക് കത്തിലേക്ക്, നിങ്ങളുടെ കാര്യത്തിലേക്ക് വരാം? പല രീതിയിൽ നിങ്ങൾക്ക് തുടങ്ങാം. ഫോർ ഇൻസ്റ്റൻസ്, നോക്കൂ. There is something of great importance I must share with you. അല്ലെ, നിന്നോട് ഷെയർ ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കത്ത് തുടങ്ങാം. നിങ്ങൾ ഓൾമോസ്റ്റ് അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയട്രിയിലായാലും, സ്നേക്ക് ആൻഡ് ദ മിററിലായാലും, പ്രൊജക്ട് ടൈഗറിലായാലും എവിടെ ലെറ്റർ വന്നാലും നിങ്ങൾക്ക് ഈ ബിഗിനിങ്സ് ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. ഇനിയോ, ഐ ഹാവ് ഗോട്ട് എൻ എക്സൈറ്റിംഗ് സ്റ്റോറി ടു ഷെയർ. എനിക്ക് നിന്നോട് എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കഥ പറയാനുണ്ട്. ഈ 3 കഥകളിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം. I am sure you would be surprised to know that. ഞാൻ ഈ പറയാൻ പോകുന്ന കേൾക്കുമ്പോൾ നീ സർപ്രൈസ്ഡ് ആവും എന്നെനിക്ക് ഉറപ്പാണ്. You will never guess what I went through last week. കഴിഞ്ഞ ആഴ്ച ഞാൻ എന്തിൽ കൂടെയാണ് കടന്നുപോയത് എന്ന് നിനക്ക് ഗസ് ചെയ്യാൻ പോലും പറ്റില്ല. അല്ലേ? പ്രൊജക്ട് ടൈഗറിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, സ്നേക്ക് ആൻഡ് ദ മിററിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെയോ, അടുത്ത് നോക്കിയടാ. You may be interested to know that. നിനക്ക് ഇതറിയാൻ താല്പര്യമുണ്ടാവും. You may be interested to know that I have a new friend at my grandfather's home, which is a small grey squirrel. ഇനിയോ, when you hear this, നീ ഇത് കേൾക്കുന്ന സമയത്ത് it will keep you on the edge of your seat. ഇത് വായിക്കുന്ന സമയത്ത് അത് നിൻ്റെ സീറ്റിന് എഡ്ജിൽ നിന്നെ കൊണ്ടിരുത്തും. അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്നേക്ക് ആൻഡ് മിററിൽ, പ്രൊജക്ട് ടൈഗറിൽ ഒക്കെ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. സോ the point I am trying to make is, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കത്ത് തുടങ്ങാം, ഇൻഫോർമൽ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യാം, അതിൻ്റെ ബോഡി സ്റ്റാർട്ട് ചെയ്യാം.
നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതുപോലുള്ള എക്സ്പ്രഷൻസ് എഴുതി പഠിക്കുക, ആ എക്സ്പ്രഷൻസ് നിങ്ങളുടേതാക്കി തീർക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ ബോഡി ഓഫ് ദ ലെറ്റർ എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. നോക്കാം എങ്ങനെയാണത് തുടങ്ങുന്നതെന്ന്. സോ നോക്കൂ, സ്റ്റെപ്പ് നമ്പർ 1, സ്റ്റെപ്പ് നമ്പർ 2, സ്റ്റെപ്പ് നമ്പർ 3, സ്റ്റെപ്പ് നമ്പർ 4 ബോഡി ഓഫ് ദ ലെറ്റർ ആണ്. അതിന് ഞാനൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു. ഇനി ആ പറയുന്ന കാര്യത്തിലേക്ക് ഞാൻ ഇതിനെ ഹുക്ക് ചെയ്ത് കൊണ്ടുപോകണം. വെൻ യു ഹിയർ ദിസ്, നീ ഇത് കേൾക്കുമ്പോൾ ഇറ്റ് വിൽ കീപ് യു ഓൺ ദ എഡ്ജ് ഓഫ് യുവർ സീറ്റ്. ഇങ്ങനെ പറഞ്ഞ് ഞാൻ തുടങ്ങുന്നു. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നു. എന്തൊക്കെയാണ്? I came to my room after dinner at restaurant as usual. So ഇനി ബോഡി ഓഫ് ദ ലെറ്ററിൽ നിങ്ങൾ പറയാനുള്ള കാര്യം പറയുന്നു. സോ നമുക്കിത് പറഞ്ഞു പോവാം. I heard the familiar sounds of rats in the room. I didn't bother about it. ഞാൻ അതിനെക്കുറിച്ച് ബോദർ ചെയ്തില്ല, വ്യാകുലപ്പെട്ടില്ല. It was very hot and I couldn't go to sleep. So I sat on the chair and looked in the mirror. I was enjoying my own beauty. I decided to shave daily and grow a thin mustache. However, എന്നിരുന്നാലും while I was admiring my beauty, ഞാൻ എൻ്റെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് a full-blooded cobra, അല്ലേ, a healthy and venomous cobra slithered, എന്ന് വെച്ചാൽ move like a snake, ഇഴഞ്ഞു പോയി എന്നുള്ള അർത്ഥത്തിലാണ്, onto my shoulder. It moved to my left arm and coiled over my arm. You know the story. We both know the story. നമുക്ക് ഈ കഥ അറിയാം. Okay, for some time I sat like a stone in the flesh, അല്ലേ, മജ്ജയിൽ തീർത്ത ഒരു ശില്പം, കരിങ്കല്ല് പോലെ ഞാൻ അവിടെ ഇരുന്നു. I stayed calm and I sat there frozen. I couldn't shout because if I make any movement the snake will bite me. എനിക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, ഷൗട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാനൊന്ന് ചെറുതായിട്ട് മൂവ് ചെയ്താൽ പോലും the snake will bite me. I met death face to face. ഞാൻ മരണത്തെ മുഖാമുഖം കണ്ടു. I prayed to God and thought how foolish I was. After some time it unwounded itself from my arm. It crept onto the table. അത് ക്രീപ്പിൻ്റെ പാസ്റ്റ് ആണ്, crept. സോ അത് ടേബിളിലേക്ക് ഇഴഞ്ഞു പോയി and moved towards the mirror as if it was admiring its own beauty. അല്ലെ, അത് കണ്ണാടിയുടെ അടുത്തേക്ക് പോയി, ഏതുപോലെ, അത് തൻ്റെ തന്നെ സൗന്ദര്യം ആസ്വദിക്കുന്നത് പോലെ. I ran as fast as possible to my friend's house. ഞാൻ പറ്റാവുന്ന അത്രയും വേഗത്തിൽ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയി. I still feel scared of thinking about that moment. അല്ലെ, ആ മൊമെന്റിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഇപ്പോഴും എനിക്ക് പേടി തോന്നുന്നുണ്ട്. ഓക്കെ, സോ ആസ് യു ക്യാൻ റൈറ്റ്ലി ഒബ്സർവ് in my letter, ഞാൻ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടില്ല, വളരെ ഇലാബറേറ്റീവ് ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഡിസ്പ്ലേ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എഴുതിയിട്ടില്ല. കാരണം അത്രയും കാര്യങ്ങളൊന്നും നിങ്ങൾ എന്തിനും എഴുതേണ്ട ആവശ്യമില്ല, ലെറ്ററിൽ എഴുതേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കി പറയുക. സോ നമ്മൾ ബോഡി ഓഫ് ദ ലെറ്റർ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഒരു ബോഡി ഓഫ് ദ ലെറ്ററിൽ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ വേണം, ദെൻ നിങ്ങളുടെ കോണ്ടന്റ് വേണം, പിന്നെയോ ഒരു ക്ലോസിംഗ് റിമാർക്ക് വേണം. എന്തൊക്കെയാണ് ക്ലോസിംഗ് റിമാർക്സ് എന്ന് നോക്കാം, ശ്രദ്ധിക്കുക. That will be all for now. ഇപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. I shall write again when I have time. സമയമുള്ളപ്പോൾ ഞാൻ വീണ്ടും എഴുതാം. ക്ലോസിംഗ് റിമാർക്കാണ്. ഇനിയോ, ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു സൂൺ. നിന്നിൽ നിന്ന് കേൾക്കാൻ, നിന്റെ കത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ്. ഹോപ്പ് ടു ഹിയർ ഫ്രം യു സൂൺ മറ്റൊരു എക്സ്പ്രഷനാണ്, ഹോപ്പ് ടു ഹിയർ ഫ്രം യു സൂൺ. ദെൻ പിന്നെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അവസാനിപ്പിക്കാം, പ്ലീസ് കൺവേ മൈ വാമസ്റ്റ് റിഗാർഡ്സ് ടു യുവർ ഫാമിലി. അല്ലേ, എൻ്റെ ഊഷ്മളമായ അന്വേഷണം നിൻ്റെ ഫാമിലി അറിയിക്കൂ. അങ്ങനെ തന്നെ അവസാനിപ്പിക്കണമെന്നില്ല. നോക്കൂ, കൈൻഡ്ലി എക്സ്റ്റെൻഡ് മൈ ഹാർട്ട് ഫെൽ ഗ്രീറ്റിംഗ്സ് ടു യുവർ ഫാമിലി. പ്ലീസ് പാസ് ഓൺ മൈ സിൻസിയർ റിഗാർഡ്സ് ടു യുവർ ലവ്ഡ് വൺസ്. ടു യുവർ ഫാമിലി എന്ന് പറയുന്നതിന് പകരം ടു യുവർ ലവ്ഡ് വൺസ്. നിങ്ങളൊന്ന് നോക്കിയടാ, ഇങ്ങനെയൊക്കെ എത്ര മനോഹരമായി നമുക്ക് ഒരു ലെറ്ററിനെ അവസാനിപ്പിക്കാം. അപ്പോഴും നമ്മൾ കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ ഫാമിലി എന്ന് എഴുതി കത്ത് അവസാനിപ്പിക്കുമ്പോൾ നമ്മളവിടെ മടിയന്മാരാവുകയാണ്. നമുക്ക് ഇത്തരം എക്സ്പ്രഷൻസ് ഉള്ള സമയത്ത് അതിനെ ഇൻകോപ്പറേറ്റ് ചെയ്യാനല്ലേ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടത്. യെസ്, സോ അടുത്ത തവണ ലെറ്റർ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒരു കത്തിനെ അവസാനിപ്പിക്കാം എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. റെഡി ആണല്ലോ, കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പം ഞാനിവിടെ എങ്ങനെ അവസാനിപ്പിക്കുന്നു നോക്കൂ. ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു സൂൺ. അല്ലെ, ഈ കത്തിനെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദെൻ പ്ലീസ് കൺവേ മൈ വാമസ്റ്റ് റിഗാർഡ്സ് ടു യുവർ ഫാമിലി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇത്രയും കാര്യം കഴിഞ്ഞാൽ ലെറ്റർ കഴിഞ്ഞോ? ഇല്ല, ബോഡി ഓഫ് ദ ലെറ്ററേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി എന്തുണ്ട്? ഇനി ഒരു കൺക്ലൂഡിങ് ഫ്രേസ് ഉണ്ട്. നമ്മൾ എപ്പോഴും എഴുതുന്നത് വിത്ത് ലവ് എന്നാണ്. എന്നാൽ ദർ ആർ മൾട്ടിപ്പിൾ വേസ് ഓഫ് എക്സ്പ്രസിങ് ദ സെയിം. ഏതൊക്കെയാണ് നോക്കൂ. വിത്ത് ലവ്, ഓക്കെ, നമ്മൾ പറഞ്ഞു. യുവേഴ്സ് ലവിംഗ്ലി, യുവേഴ്സ് അഫെക്ഷനേറ്റ്ലി, സ്നേഹപൂർവം. ഫോണ്ട്ലി യുവേഴ്സ്, അഫെക്ഷനേറ്റ്ലി യുവേഴ്സ്. ഇതിലേത് രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ലെറ്റർ എൻഡ് ചെയ്യാം.
ഓക്കെ ആണല്ലോ. സോ ഞാനിവിടെ യുവേഴ്സ് അഫെക്ഷനേറ്റ്ലി എന്ന് എഴുതുന്നു. സോ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ എന്താണ് ദ ഫൈനൽ ഡ്രാഫ്റ്റ്? എങ്ങനെയാണ് ഈ കത്ത് കൃത്യമായി നമ്മൾ അവസാനിപ്പിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടെ നമ്മൾ കാണുന്നു. യെസ്, ലെറ്റർ തുടങ്ങുന്ന സമയത്ത് സ്റ്റെപ്പ് നമ്പർ 1 റൈറ്റേഴ്സ് അഡ്രസ് വിത്തൗട്ട് നെയിം ടിക്ഡ്. സ്റ്റെപ്പ് നമ്പർ 2 ഡേറ്റ് ടിക്ഡ്. സ്റ്റെപ്പ് നമ്പർ 3 സാല്യൂട്ടേഷൻ ഫ്രേസ് എഴുതി, മൈ ഡിയറസ്റ്റ് ഫ്രണ്ട് ഓർ മൈ ബിലവഡ് ഫ്രണ്ട്. സ്റ്റെപ്പ് നമ്പർ 4 ബോഡി ഓഫ് ദ ലെറ്റർ. ബോഡി ഓഫ് ദ ലെറ്ററിനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 1 ഇൻട്രൊഡക്ഷൻ ആണ്, 2 കോണ്ടന്റ് അല്ലെങ്കിൽ മെയിൻ ബോഡിയാണ്, 3 ക്ലോസിംഗ് റിമാർക്സ് ആണ്. സോ ഞാൻ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു. ഹൗസ് ലൈഫ് ട്രീറ്റിംഗ് യു? സോറി, I haven't been in touch for such a long time. I do hope this letter will find you in good health and spirits. അതിനുശേഷം ഞാൻ പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറയുന്നു. ഒരു ക്ലോസിംഗ് റിമാർക്സ് കൊടുക്കുന്നു. ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു സൂൺ. പ്ലീസ് കൺവേ മൈ വാർമസ്റ്റ് റിഗാർഡ്സ് ടു യുവർ ഫാമിലി. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് യുവേഴ്സ് അഫെക്ഷനേറ്റ്ലി SD. നമ്മളവിടെ സൈൻ ചെയ്യാൻ പാടില്ല, SD എന്ന് എഴുതാനേ പാടുള്ളൂ. ആൻഡ് ആളുടെ പേര് അല്ലേ, കത്തെഴുതുന്ന ആളുടെ പേര് ഗോപാലൻ. നമുക്കറിയില്ല ഹോമിയോപ്പതിൻ്റെ പേരെന്തായിരുന്നു എന്നുള്ളത്. സോ ഗോപാലൻ ഈസ് എൻ ഓൾഡ് ഫാഷൻ നെയിം. പക്ഷേ ഈ കഥ നടക്കുന്നതും കുറച്ച് കാലം മുമ്പാണല്ലോ. കാരണം ഒരു 15 വർഷം അല്ലെങ്കിൽ ഒരു 35 വർഷമൊക്കെ കഴിയുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ അഭിജിത്ത് അപ്പൂപ്പന്മാരും അനഘ അമ്മൂമ്മമാരൊക്കെ ഉണ്ടാവുന്ന കാലത്ത് ഗോപാലൻ വാസ് എ ഗുഡ് ഓൾഡ് നെയിം അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം, റൈറ്റ്? സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വളരെ ഇലാബറേറ്റീവ് ആയിട്ട്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഇൻഫോർമൽ ലെറ്റർ എങ്ങനെ എഴുതാം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ please let me know that in your comment box. So this is Nasser Faruddin signing off from Xylem Learning. Thank you everybody.